ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നും ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. വളരെ വിലക്കുറവിലാണ് നമ്മൾ പ്ലാന്റ്സൊക്കെ സെയിൽ ചെയ്യുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ആയിട്ടാണ് 20, 25, 30 ആ ഒരു റേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ചെടികൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, അതിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, DTDC വഴി മാത്രമാണ് നമ്മളിപ്പോൾ പ്ലാൻസ് അയക്കുന്നത്. അപ്പോൾ എല്ലാവരും പിൻ നമ്പർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് വരുമ്പോൾ ഞാൻ കാണുന്നതാണ് കേട്ടോ, ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കേട്ടോ കാണുന്നത്. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. കാരണം നിങ്ങളുടെ ലൈക്ക് കൂടുന്നതനുസരിച്ചാണ് ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്ത് പോകുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ലൈക്ക് കൂടിയാൽ മാത്രമേ നമുക്ക് ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനോ മടിക്കേ വേണ്ട, ഒരു മടി വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ്സുകളാണ് നമ്മളിതിനകത്ത് സെയിലിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്നതൊന്നും അല്ല സെയിലിനായിട്ടുള്ളത്. സെയിലിനായിട്ടുള്ളതാവുമ്പോഴേ ഞാൻ പറയാം. ഇതൊക്കെ ഇവിടെ പൂ പിടിച്ച് നിൽക്കുന്ന ചെടികളാണ് കേട്ടോ, ഇതൊന്നും സെയിലിനല്ല. അപ്പോൾ നമുക്ക് ഇതും സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് തൊട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. ഇത് ബട്ടർ ഡേയ്സി എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ്. നിറയെ പൂക്കും കേട്ടോ, ഇഷ്ടം പോലെ പൂക്കും, മഞ്ഞ കളറിലെ പൂവാണ് ഉണ്ടാകുന്നത്. ഒരുപാട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ്സുകളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നല്ല രീതിയിൽ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെയിലും കൂടെ ഉണ്ടെങ്കിൽ നിറഞ്ഞു പൂക്കും കേട്ടോ. പിന്നെ ഈ കാണിക്കുന്ന മെക്സിക്കൻ പെറ്റൂണിയാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ 2 കളർ നമ്മളുടെ അടുത്ത് സെയിലിനുണ്ട്, വെള്ളയും ഉണ്ട്, പിങ്കും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 25 രൂപയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഇട്ട് തരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഇതാണ് ആ ഒരു പിങ്ക് കളറിലെ ഫ്ലവർ എന്ന് പറയുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. നിറയെ പൂക്കളുണ്ടാവും, ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും കേട്ടോ. ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല രീതിയിൽ പൂക്കളുണ്ടാവുന്ന ചെടികളാണ് നമ്മൾ ഇതിനകത്തൊരു കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഈ ഒരു റോസയാണ് കേട്ടോ. ഇത് നാടൻ റോസയാണ്, ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. ഈ ഒരു ചെറിയൊരു കമ്പിൽ മാത്രമാണ് ഈ ഒരു പൂ നിൽക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് വലിയ ചട്ടിയിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് 30 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഉള്ളത് ഏഞ്ചൽ റോസ് എന്ന് പറയും കേട്ടോ. ഈ പിങ്ക് കളറിലതാണ് പൂ. ഇപ്പോൾ വിരിഞ്ഞിട്ട് 2-3 ദിവസമായി, അതുകൊണ്ടാണ് ഈ ഒരു കളർ മങ്ങി കാണുന്നത് കേട്ടോ. ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും, നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതാണ്ട് ഈ ഒരു സൈസിലെ പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. 40 രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ കാണിക്കുന്നത് ഈ ഒരു ബിഗോണിയാണ്. ഈ ബിഗോണിയയുടെ ഫ്ലവറാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഒരു ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്കും കൂടെ ചേർന്ന് വരുന്നതാണിത്. ഒത്തിരി പൂക്കളുണ്ടാവുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ പൂക്കളുണ്ടാവും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 30 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് പ്ലാന്റ് മേടിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും, ഞാൻ നല്ല നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. ഭയങ്കര വെയിലാണ് ഇവിടെ, ഭയങ്കര വെയിൽ. അപ്പോൾ ഇതേണ്ടോ ഈ ഒരു അരേലിയ ഉണ്ട്, വെരിഗേറ്റഡ് ആയിട്ടുള്ള അരേലിയാണ്. ബോൾ ടൈപ്പിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് നിർത്താവുന്നതാണ് ഈ ഒരു അരേലിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഇതേ ഒരു സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത്. 60 രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യാം. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബിഗോണിയാണ്. ഈ ഒരു ബിഗോണിയ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു 5 പ്ലാന്റ് ഉണ്ടായിരുന്നു. അതിൽ 3 എണ്ണം കഴിഞ്ഞു, ഇനി 2 എണ്ണം ഉണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിതും സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നതും ഒരു ബിഗോണിയാണ് കേട്ടോ.
ഇതേപോലെ ഇങ്ങനെ വെള്ള പൂക്കളുണ്ടാവുന്ന ബിഗോണിയ. ഗ്രീൻ ലീഫിൽ വെള്ള പൂക്കൾ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗോണിയൊക്കെ കാണാനായിട്ട്. പിന്നെ ലീഫ് മാത്രമുള്ള ബിഗോണിയ ഉണ്ട്, ഫ്ലവറുള്ള ബിഗോണിയ ഉണ്ട് അല്ലേ. ബിഗോണിയ തന്നെ പല ടൈപ്പുള്ളതുണ്ട്, പല പേരുകളിലും ഉണ്ട്. അപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെയുള്ള നാടൻ ടൈപ്പിലാണ് ഉള്ളത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയുക. 50 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഗ്ലോക്സീനിയാണ് ഈ ഒരു പ്ലാന്റ്. അതിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. 60 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. നിറയെ മൊട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിന് വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ല. കാരണം വെള്ളം നല്ല ചട്ടിയിൽ തങ്ങി നിൽക്കാതെ നല്ലതുപോലെ വാർന്നു പോകുന്ന ഒരു പോട്ടിംഗ് മിക്സ് മാത്രം മതി ഇതിന്. ഒരുപാട് വളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ വെക്കുമ്പോൾ മാത്രം കുറച്ച് ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ട് വെച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ ഈ കാണിക്കുന്നത് ആ ഒരു പ്ലാന്റിൻ്റെ ഗ്ലോക്സീനിയയുടെ റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. പിന്നെ ഈ കാണിക്കുന്നത് നൊമ്പരത്തി പൂവെന്ന് പറയും കേട്ടോ. കുഞ്ഞി പൂക്കളാണ്, പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. ചട്ടി നിറയെ ബുഷിയായിട്ട് തന്നെ പൂ പിടിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയുക. ഇപ്പോൾ തന്നെ മൊട്ടുകളൊക്കെ വന്ന പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതും കേട്ടോ. ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്താവുന്നതാണ്. ഇതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളായിരുന്നു. മിൽക്കി ബാംബുവിൻ്റെ പ്ലാന്റാണ്. ഇത് 25 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് കുറച്ച് പ്ലാന്റും കൂടെ ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ കാണിക്കുന്നത് കനകാംബരമാണ് കേട്ടോ. ഹൈബ്രിഡ് കനകാംബരമാണ്. ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും, നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. ഇതിൻ്റെ വിത്തിട്ട് നമുക്ക് തൈകൾ പുതിയതാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിൽ നിന്ന് എടുത്ത വിത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ വിത്തുണ്ടാവും. ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വേറൊരു ചട്ടിയിലോട്ട് ഞാൻ വെറുതെ ഒന്ന് കൊണ്ടിട്ടതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്നിട്ടത് തൈയായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. ഇതാ കണ്ടോ, ഇതാണ് അതിൻ്റെ തൈ കേട്ടോ. ഞാൻ ആ വിത്ത് കൊണ്ട് വെറുതെ ഇതിനകത്തുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തൈ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തൈ ഇട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. ഒരു 5 പ്ലാന്റ് ഉണ്ടായിരുന്നതിൽ അതിൽ 2 എണ്ണം സെയിലായി. ഇനി ഒരു 3 എണ്ണം കൂടെ ഉണ്ട്. ഈ ഒരു ബിഗോണിയെ നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഏതെങ്കിലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം ഉള്ളതാണെന്നുണ്ടെങ്കിൽ വേണ്ട, ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ 50 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്